ഇയാൾ കള്ളനാണ് എന്ന് സ്ഥിരീകരണം ലഭിക്കുകയാണ് ഒരു ഇഡിയുടെ റെയ്ഡിലൂടെ. അവർക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്ക് അവരുടെ സംശയത്തെ ബലപ്പെടുത്തുന്നതായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവത്തെ ഒന്നും എന്താ പറയുക പിന്നെ ആ രീതിയിൽ വിലയിരുത്താതെ സംഗതി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാം യു ഡി എഫ് എന്താ ചെയ്യേണ്ടത്? യു ഡി എഫ് എന്ത് ചെയ്യണം? അതായത് ഇത് പൊളിറ്റിക്കൽ അല്ല വിഷയം. ഇത് പ്യൂർലി എന്താണ്, വ്യക്തിപരമായി കട്ടുകുടിച്ച് കുടുംബവും കട്ടുകുടിച്ചതിന്റെ ഭാഗമായി വന്നിരിക്കുന്ന റെയ്ഡാണിത്. ആ റെയ്ഡിനെ ആ അർത്ഥത്തിലാണ് പ്യൂർലി വ്യക്തിപരമാണ്, അഴിമതിയാണ് ഈ സംഭവം. ആ അഴിമതിയെ പാർട്ടിയുമായി കണക്ട് ചെയ്യുമ്പോൾ എവിടെയാണ് ഇതേ പാർട്ടിയെ ഇയാൾ ഉപയോഗിക്കാറുണ്ട്? ആളുകളെ കൊന്നാലും ഇയാൾ സ്ഥിരമായി പറയുന്ന സംഭവമുണ്ട്, കൊലപ്പെടുത്തിയാൽ പറയുന്നതാണ് പാർട്ടി ഒന്നാകെ ജനങ്ങളൊന്നാകെ പാർട്ടിയുടെ കൂടെ വെക്കണം. എന്നിട്ട് ഇയാൾ നടത്തിക്കുന്ന കൊലപാതകത്തിനോ ഇയാളെടുത്ത കൊലപാതകത്തിനോ പി ചന്ദ്രനെ കൊന്നപ്പോഴും പറഞ്ഞതല്ലേ? ഇതല്ലേ പറഞ്ഞത്? പാർട്ടി ഒന്നാകെ പിന്നെ ജനങ്ങളൊന്നാകെ പാർട്ടിയുടെ വെക്കണം. എന്തിന് 51 വെട്ടുപറ്റി ഒരാൾ കൊന്നതിന് പിന്നെ ന്യായം പറയാനോ? മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അയൽവാസി ശ്രീ പാണ്ഡ്യാല ഷാജി ഇപ്പോൾ ഞങ്ങളോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ ഒരു വിവരം കേട്ടപ്പോൾ തന്നെ ഞാൻ ആദ്യം മുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പാണ്ഡ്യാല ഷാജി. രാവിലെ മുതൽ തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ ഫോൺ കണ്ടിന്യൂസ് ആയിട്ട് ബിസി ആയിരുന്നു. എന്തായാലും നമുക്ക് ചോദിക്കാം, എന്താണ് പാണ്ഡ്യാലമുക്കിലെ വിശേഷങ്ങൾ? പാണ്ഡ്യാലമുക്കിലെ വിശേഷം എന്ന് പറഞ്ഞത്, സുപ്രധാനമായ വിശേഷം എന്ന് പറഞ്ഞത് ഒന്ന് അവിടെ റെയ്ഡ് നടക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇഡിയുടെ റെയ്ഡാണ്. എങ്ങനെയുണ്ട് നാട്ടുകാർ എങ്ങനെ പ്രതികരിക്കുന്നു? അവര് സഖാവിനൊപ്പം നിൽക്കുന്നോ? എന്താണ് അങ്ങക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇതിപ്പം ഇതോടെ കുടുങ്ങുവോ, അകത്താകുവോ? അല്ല, അതിന്റെ ഒരു വിഷയം എന്താന്ന് പറഞ്ഞാല് പിന്നെ ഒന്ന്, ഇഡിയുടെ ഏർപ്പാടുകൾ പലപ്പോഴും പല രീതിയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ഉപയോഗിക്കപ്പെട്ട സംഭവത്തിന്റെ മുകളിൽ ഇതിൽ എങ്ങനെയാണ് ഇതിനെ പിന്നെ ഇഡി ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ച് തീർച്ചയായും പിന്നെ എന്താ പറയുക സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു വിഷയം വരുന്നതാണ്, ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ട് CPM-ന്റെ നേതൃത്വത്തിൽ പിന്നെ ചില ആൾക്കാർ ജാഥ നയിച്ചു, ഇതിൽ പ്രതിഷേധം ചെയ്തു. സത്യത്തിൽ ഇനി ഇത്രയും പരിഹാസ്യരാവരുത് ശരിക്കും. ഇത് വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ്. ഈ പ്രതിഷേധത്തിന് രാഷ്ട്രീയമായ അർത്ഥം എന്താണ്? ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ചോദ്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയും സെൻട്രൽ കമ്മിറ്റിയും ആലോചിച്ച് വളരെ ഉത്തരവാദപ്പെട്ട ഒരു തസ്തികയിലാണ് ഇയാൾ ഇരുത്തിയിരുന്നത്. ആദ്യം പാർട്ടി സെക്രട്ടറി, പിന്നീട് മുഖ്യമന്ത്രി. ഈ പാർട്ടി നൽകിയിരിക്കുന്ന വളരെ ഗംഭീരമായിരിക്കുന്ന അധികാരത്തെ ഇയാൾ എങ്ങനെ പ്രയോഗിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിന്റെ ഭാഗമായാണ് ഈ തരത്തിലുണ്ടായിരിക്കുന്ന റെയ്ഡുകൾ പിന്നെ വിഷയങ്ങൾ ഉണ്ടായിത്തീരുന്നത്. ഇതെന്താണ്? ഇത് പൊളിറ്റിക്കൽ അല്ല, ഇത് അഴിമതിയുടെ വിഷയമാണ്. പൊളിറ്റിക്കൽ അല്ല. ഇപ്പൊ നേരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹിസ്റ്ററി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നെ സംഭവത്തിന്റെ മേഖലയിൽ തന്നെ നേരത്തെ ഇതേപോലുള്ള റെയ്ഡൊക്കെ നടന്നിട്ടുണ്ട്. ആ നടന്നിരിക്കുന്ന റെയ്ഡുകൾ എന്ന് പറയുന്നത് പ്യൂർലി പൊളിറ്റിക്കലാണത്. ഇങ്ങനെ പൊളിറ്റിക്കലായി നടന്നിരിക്കുന്ന ഒരു റെയ്ഡിന്റെ സ്ഥാനത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുലരുകയും പിന്നീട് CPIM ഉണ്ടായിത്തീരുകയും അതിന്റെയും ചരിത്രത്തിൽ നടാടെയായിട്ടാണ് ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറുടെയും ഒരു മുൻ മുഖ്യമന്ത്രിയുടെയും വീട്ടിനകത്തേക്ക് ഇഡി റെയ്ഡ് നടത്തുന്നത്. ആ റെയ്ഡിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ പക്ഷപാതപരമായ പ്രതിഷേധക്കാണ്. ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന ആൾ പരസ്യമായ വ്യക്തമാണ് എന്തിന്റെ മേലെയാണ് ഈ റെയ്ഡ് എന്ന് പറയേണ്ടതുണ്ട്. എന്തിന്റെ മേലെയാണ് റെയ്ഡ് എന്ന്? പൊളിറ്റിക്കലാണോ ഈ റെയ്ഡ്? ഇത് പൊളിറ്റിക്കൽ റെയ്ഡ് അല്ല, പകരം അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ മേലെയാണ്. ഇതിന് സമാധാനം ആര് പറയണം? പാർട്ടിയല്ല. പാർട്ടിക്ക് ഇതുമായിട്ട് എന്താ ബന്ധം? പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല. മുൻ മുഖ്യമന്ത്രി മുൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന വിജയൻ പാർട്ടിയോടാണ് വിശദീകരിക്കുന്നത്, ജനങ്ങളോട് വിശദീകരിക്കണം. അയാൾ എന്താണ് വാസ്തവത്തിൽ ആക്ച്വലി വാട്ട് ഹാസ് ഹാപ്പൻഡ് ഹിയർ? ഇത് അതാണ് പറയേണ്ടത്. അത് പറയുന്നതിന് പകരം നാട്ടുകാരെ പറ്റിക്കാൻ ജാഥ വിളിക്കുകയാണ്. പക്ഷേ ശ്രീ ഷാജി, അദ്ദേഹം പണ്ട് പറഞ്ഞിട്ടുണ്ട് കമലയുടെ പെൻഷൻ പൈസ എടുത്തിട്ടാണ് മകൾക്ക് ബിസിനസ് ഉണ്ടാക്കിയതെന്ന്. അപ്പൊ പിന്നെ നമ്മൾ ഈ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതെ, ഈ കമലയുടെ ഇതെല്ലാം എന്താന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ അതെല്ലാം കോമൺ സെൻസുള്ള ഒരു മനുഷ്യനും വിശ്വസിക്കാതെ ബാംഗ്ലൂരിൽ പോയിട്ട് കമല ടീച്ചറുടെ പെൻഷൻ വാങ്ങിയിട്ട് മുറി വാങ്ങി എന്നിട്ടാണ് ബിസിനസ് തുടങ്ങിയത്. അതിനകത്ത് ഒരു വലിയ ചോദ്യമില്ല. ആ എക്സാലോജി കമ്പനിക്ക് ആ അഡ്രസ് കൊടുത്ത് AK സെന്ററിന്റെ അഡ്രസ് കൊടുക്കുന്നതിന് ആരോട് ചോദിച്ചാൽ ഇയാൾ കൊടുത്ത് പാർട്ടിയോട് ചോദിച്ചാ. MA ബേബി അത് ഇന്ന് കൊടുത്തിരിക്കുന്ന MA ബേബി ഡൽഹിയിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്. ബേബിയുടെ പ്രസ്താവന വിചിത്രമായ പ്രസ്താവനയാണ്. ബേബിയുടെ പ്രസ്താവന എന്താണ്? കോൺഗ്രസ് നോക്കിക്കാണുന്നു ആഹ്ലാദപൂർവ്വം നോക്കിക്കാണുന്നു എന്നാണ്. അങ്ങനെ മറ്റൊട്ടാണ് ചോദിച്ചതെന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ വരുന്ന ബേബി എന്താവരുത്? ഞാൻ പല തവണയായി പറഞ്ഞ ബേബി ഇരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. അത് കേവലമായ ഒരു ബേബിയുടെ അവസ്ഥയിലേക്ക് അദ്ദേഹം താണുപോകരുത്. ഇത് ഞാൻ വളരെ വിഷമത്തോടു കൂടി പറയുന്നതാണ്. അപ്പൊ ശരിക്കും ഈ MA ബേബി എന്ന് പറഞ്ഞ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി അയക്കുന്ന അയാൾ വളരെ ഉത്തരവാദിത്വത്തോടു ഈ വിജയനോട് ചോദിക്കണം എന്താണ് യഥാർത്ഥം സംഭവിച്ചത്, പബ്ലിക്കിനോട് പറയണം. അത് പറയുമ്പോഴാണ് എന്താവുന്നറിയോ? അദ്ദേഹം പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആവുന്നത്, സെൻട്രൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആവുന്നത്, പോളിറ്റ് ബ്യൂറോയുടെ സെക്രട്ടറി ആവുന്നത്, അയാൾ ഈ പാർട്ടിയുടെ സെക്രട്ടറി ആവുന്നത്. അല്ലാതെ
അയാൾ പറയുന്ന സംഭവത്തിന് മറുപടി പറയലാണോ പാർട്ടി സെക്രട്ടറിയുടെ പണി? ആണോ? അതല്ലല്ലോ. അതിന് ഓശാന പാടിലാണോ? ഇനി അത് തന്നെ ആ സാധനം തന്നെ എടുത്താൽ തന്നെ വരുന്ന വിഷയം കിടക്കുന്ന അവിടെയല്ല അത്. ആ വിഷയം എന്ന് പറഞ്ഞാൽ ഇ ഡി ഇപ്പൊ നേരെ കോൺഗ്രസ്സുകാരുടെ പല ആളുകളും ഇതേപോലെ ഇ ഡി റെയ്ഡ് ചെയ്തിട്ടുണ്ട്. ആ റെയ്ഡിൽ പലതിലും എന്തായിരുന്നു അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പലതും അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പക്ഷേ ഡക്കാൻ ഹെറാൾഡിന്റെ വിഷയം വരുന്നവരും അതല്ല, അത് പൊളിറ്റിക്കലാണ്. ഇങ്ങനെ വരുന്ന വിഷയത്തെ പിന്നെ എന്താ പറയുക വേർതിരിച്ചും വ്യവച്ഛേദിച്ചും കാണുന്നതിന് പകരം ഇത് മുഴുവൻ തന്നെ പിന്നെ വ്യക്തിപരമായി നമ്മളെ താറടിക്കാൻ ശ്രമിക്കുകയാണ്. പാർട്ടിയെ തകർത്ത് കുളമാക്കിയതിന്റെ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇവിടെ ഉണ്ടായത്. എന്നിട്ട് ഇതേ മാസിനെ കൊണ്ട് എന്ത് ചെയ്യാണ് മുദ്രാക്കി പിടിപ്പിക്കുക. ആരുണ്ടോ നാട്ടിൽ? എത്ര ആൾ വന്നോ പഠനം നടത്താൻ? ആളെല്ലാം വിഷ്വൽ മീഡിയയിൽ കണ്ടില്ല. 10,000 ആൾ വന്നോ? ഈ വന്നിരിക്കുന്ന ആൾ എത്ര? ഒരു മിനിറ്റ് വേണം. ഈ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എത്ര ആളുകൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇയാൾക്ക് വോട്ട് ചെയ്താണെന്ന് ഉറപ്പുണ്ടോ ഇവർക്ക്? ഞാൻ ചാലഞ്ച് ചെയ്യാണ്. ഈ ജാഥയിൽ പങ്കെടുത്തു എന്ന് പ്രകടനത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ ആളുകൾ അവരെല്ലാവരും ഇത്തവണ കഴിഞ്ഞ തവണ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് ഇയാൾക്കാണോ വോട്ട് ചെയ്തത്? ആണോ? ഞാൻ സംശയിക്കുന്ന ആളാണ്. അല്ലായിരുന്നെങ്കിൽ 6 റൗണ്ട് ഇയാൾ എങ്ങനെയാണ് പുറകിലേക്ക് പോയത്? അപ്പൊ ജാഥയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നിന്ന് വിടക്കാനുള്ള സംഭവത്തിന്റെ ഭാഗമാണ്. അത് പ്രതിഷേധമെന്തല്ല. ആ പ്രതിഷേധം ഉള്ളിൽ തട്ടിയ പ്രതിഷേധമല്ല. എന്തുകൊണ്ട് ഉള്ളിൽ തട്ടിയ പ്രതിഷേധമല്ല? ഇയാൾ കള്ളനാണ് എന്ന് സ്ഥിരീകരണം ലഭിക്കുകയാണ് ഒരു ഇ ഡിയുടെ റെയ്ഡിലൂടെ. അവർക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്ക് അവരുടെ സംശയത്തെ ബലപ്പെടുത്തുന്നതായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവത്തെ ഒന്നും എന്താ പറയുക പിന്നെ ആ രീതിയിൽ വിലയിരുത്താതെ സംഗതി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാം യു ഡി എഫ് എന്താ ചെയ്യുന്നത്? യു ഡി എഫ് എന്ത് ചെയ്യണം? യു ഡി എഫ് ഇതിനെ എതിർക്കണമെങ്കിൽ യു ഡി എഫിന്റെ കൂടെ മുന്നണിയുടെ ഭാഗമാവണം. ആ ഭാഗമാവാൻ അഖിലേന്ത്യാ സെക്രട്ടറി ബേബി തയ്യാറുണ്ടോ? എം പി ഗോവിന്ദൻ തയ്യാറുണ്ടോ? അതായത് ഇത് പൊളിറ്റിക്കൽ അല്ല വിഷയം. ഇത് പ്യൂർലി എന്താണ്? വ്യക്തിപരമായി കുടുംബവും കട്ടുമുടിച്ചതിന്റെ ഭാഗമായി വന്നിരിക്കുന്ന റെയ്ഡാണിത്. ആ റെയ്ഡിനെ ആ അർത്ഥത്തിലാണ് പ്യൂർലി വ്യക്തിപരമാണ്. അഴിമതിയാണ് ഈ സംഭവം. ആ അഴിമതിയെ പാർട്ടിയുമായി കണക്ട് ചെയ്യുമ്പോൾ എവിടെയാണ് ഇതേ പാർട്ടിയെ ഇയാൾ ഉപയോഗിക്കാറുണ്ട്? ആളുകളെ കൊന്നാലും ഇയാൾ സ്ഥിരമായി പറയുന്ന സംഭവമുണ്ട്. കൊലപ്പെടുത്തിയാൽ പറയുന്നതാണ് പാർട്ടി ഒന്നാകെ ജനങ്ങളൊന്നാകെ പാർട്ടിയുടെ കൂടെ വെക്കണം. എന്നിട്ട് ഇയാൾ നടത്തിക്കുന്ന കൊലപാതകത്തിനോ പി ചന്ദ്രനെ കൊന്നപ്പോഴും ഇതല്ലേ പറഞ്ഞത്? പാർട്ടി ഒന്നാകെ പിന്നെ ജനങ്ങളൊന്നാകെ പാർട്ടിയുടെ നോക്കണം. എന്തിന് 51 വെട്ടുപറ്റി ഒരാൾ കൊന്നതിന് പിന്നെ ന്യായം പറയാനോ? അപ്പൊ ഇത്തരം വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് മാറുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ. പാർട്ടിയെ മുച്ചൂടും നശിപ്പിച്ചിരിക്കുന്ന ഒരാളിലേക്ക് അധികാരം നഷ്ടമാകുമ്പോൾ സ്വാഭാവികമായി വരുന്ന ചില വിഷയങ്ങളുണ്ടാവും. ആ വിഷയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സാധനം വന്നത് എന്നാണോ? അതല്ല പിന്നെ എന്താ പറയുക കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വന്നിരിക്കുന്ന റെയ്ഡാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിരിക്കുന്ന മറ്റ് അറിവുകൾ ഇപ്പോൾ ലഭ്യമല്ലാത്തതുകൊണ്ട് ഒന്നും വിശദീകരിക്കാനും കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്. ഇത് നാട്ടുകാരെ കണ്ണിൽ പൊടിയിടാൻ പ്രതിഷേധ പ്രകടനം നടത്താൻ സത്യത്തിൽ ഉളുപ്പെന്ന സാധനം ഒരു അടുത്തൂട്ട് പോയിട്ടുണ്ടോ? ഉളുപ്പെന്ന സാധനം ഇവിടെ ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്ന ആളുകൾ ഈ പിന്നെ പി ജയരാജൻ ഉൾപ്പെടെയുള്ളവരാണ് ഇതിനകത്ത് സംസാരിച്ചത്. അവരാലോചിക്കുന്ന വിഷയം എന്തുകൊണ്ട് ഇത്തരത്തിലൊരു വിഷയം വരുന്നു? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിന് പാർട്ടിയല്ല ഉത്തരവാദി, ഇയാളാണ് ഉത്തരവാദി. അതുകൊണ്ട് ഇയാളോട് പാർട്ടിയോട് ഇയാളാണ് വിശദീകരണം നൽകേണ്ടത്. ഇയാൾ വിശദീകരണം കൊടുക്കണം പാർട്ടിക്ക്. അത് ചോദിക്കാൻ പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറിക്ക് മുട്ടും നട്ടലുണ്ടോ എന്നൊരാൾ ബേസിക് അയക്കുന്നത്. എന്നിട്ട് വേണം ഇ ഡിയുടെ റെയ്ഡിനെ കുറിച്ച് അഭിപ്രായം പറയാൻ. എനിക്കങ്ങനെയാണ് മേഡം തോന്നിയിട്ടത് കേട്ടോ. മറ്റൊന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു, ഇത് സംഘപരിവാറിന്റെ മുന്നിൽ എന്ത് വന്നാലും തലകുനിക്കില്ല, വളഞ്ഞിട്ട് ആക്രമിച്ചോളൂ. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതല്ല എന്താ പറഞ്ഞാല് അതാണ് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. ആരെന്താന്ന് പറഞ്ഞാല് ഈ നമ്മള് പിന്നെ നമ്മുടെ എല്ലാ സംഭവവും വിട്ട് കഴിഞ്ഞ് കൈമന്ന് ഇളകിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ചില എന്താ പറയാ വളരെ ദുർബലമായ ചില വാദങ്ങൾ ഉണ്ടാവും. വിഷയം എന്താണ്? ഇയാളുടെ പേരിൽ ഇത്രയും പേരിൽ കേസും ഈ സംഭവം നടത്തുമ്പോൾ ഇത് വ്യാജമായി നിർമ്മിക്കപ്പെട്ട കേസാണോ? അങ്ങനെയാണ് എങ്കിൽ ഇയാൾ പരസ്യമായി പബ്ലിക്കിനോട് പറയണം. ആ പബ്ലിക്കിനോട് പറയുന്നിടത്ത് ഞാൻ വളരെ ഗൗരവതരമായ ചോദ്യം ഞാൻ ചോദിച്ചാടിയാണ്. ഞാൻ ജനം ടി വിനകത്താണ് ആദ്യമായിട്ട് ഞാൻ ഈ സാധനം പറഞ്ഞത്. അതിനകത്ത് ഞാൻ അന്ന് ഞാൻ പറഞ്ഞതാണ് AKG സെന്ററിന്റെ അഡ്രസ് കൊടുത്ത് ടെക്സാലോജിക്കിന്റെ കമ്പനിക്ക് ഓഫീസ് പണിയാൻ അഡ്രസ് കൊടുത്തപ്പോൾ ഏത് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പാർട്ടി ഏത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടാണ് ഇയാൾ ഈ പണിയെടുത്തത്? എത്ര പാർട്ടിക്കാർ അറിഞ്ഞു ഈ സാധനം? എത്ര പാർട്ടിക്കാർ അറിഞ്ഞു? ഒരൊറ്റ പാർട്ടിക്കാരൻ അറിയില്ല. ഇങ്ങനെ പാർട്ടിയെ പറ്റിച്ചിരിക്കുന്ന ഒരാൾ അയാളിലൂടെ പിന്നെ ഇത് ഇത്രയും കാലത്തോടെ 10 കൊല്ലം പിന്നെയും പാർട്ടിയുടെ ചെലവിൽ മുഖ്യമന്ത്രിയുമായില്ലേ? നടത്തിയെല്ലാം തൊഴിലാളി വർഗ ക്ഷേമാന്നോ ഇയാൾ നടത്തിയത്? ഒന്നുമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താണ് അതിൽ അങ്ങേയറ്റം അസംബന്ധമായിരിക്കുന്ന വിവരക്കേട് മാത്രം വിളിച്ചു പറയുന്ന ഒരു സംഭവം മാത്രം ആണ് മുഹമ്മദ് റിയാദെല്ലാം പറയുന്നത്. അതെല്ലാം തലക്ക് വെളിവില്ലാണ്ടല്ലോ പറയുന്ന സംഭവങ്ങളാണ്. പിന്നെ എന്ത് പറയുന്നതിനും ഈ ഒറ്റ വിഷയത്തിന്റെ മേലെ അങ്ങ് ചുരുക്കി കഴിഞ്ഞാൽ അങ്ങ് രക്ഷപ്പെടാവുന്നതാണ്. അപ്പൊ അതിനകത്ത് വരുന്ന ഒട്ടനവധി ചോദ്യങ്ങൾ വേറെ കിടക്കുന്നുണ്ട്. അതൊക്കെ കുറച്ച് ദിവസം കഴിയുന്നതോടുകൂടി വ്യക്തമാക്കി ഇത്തരത്തിലുള്ള ദുർബലമായ ഒരു വാദം ഉന്നയിച്ചിട്ടും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നും
ഭാവിയിൽ അത് പിന്നെ ഒരു മുതൽക്കൂട്ടാക്കാവുന്ന പൊളിറ്റിക്കൽ സംഭവത്തിന്റെ തുടക്കമായി ഈ റെയ്ഡിനെയൊക്കെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതൊന്നും നാട്ടുകാരുടെ വിലപ്പോ ഒരൊറ്റ വിഷയം മാത്രം ഞാൻ വീണ്ടും ആവർത്തിക്കാൻ പറയുകയാണ്. ഈ ജാഥയിൽ പങ്കെടുത്തു എന്ന് പറയുന്ന ആളുകൾ, അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ എത്ര ആളുകൾ ഈ പിന്നെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഈ ആൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്? ന്യായമായും സംശയിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷവും വോട്ട് ചെയ്യാതെ പിന്നെ ജനം ഇളകി വന്നു. ഏത് ജനം ഇളകി വന്ന്? ഒരു ജനം ഇളകി വന്നിട്ടില്ല. വന്നതാരാണ്? ഇയാളുടെ ഒരു ഗ്യാങ്ങാണ് ജാഥ പിടിച്ചത്. നിങ്ങൾ വിഷ്വൽ മീഡിയയിൽ എടുത്തു നോക്കിക്കോ മാഡം. ഇയാളുമായി ബന്ധമുള്ള ഒരു ഗ്യാങ്ങാണ് വന്നത്, മാസല്ല വന്നത്, ഗ്യാങ്ങാണ് വന്നത്. ഇത് തന്നെ എന്താണെന്നറിയോ? തികച്ചും വ്യക്തിപരമായ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്യാങ്ങാണ് ആ സാധനത്. ആ ഗ്യാങ് ഒന്നും ഒരിക്കലും എന്തല്ല പ്രതിഷേധത്തിന്റെ ഭാഗമല്ല. അല്ല, അതും വ്യക്തിപരമായ സംഭവത്തിന്റെ കൂട്ടിക്കൊടുപ്പുകൾ, വാങ്ങലുകളുടെ ഇടപാടുകളുടെ ഭാഗമായി വന്നിരിക്കുന്ന വിഷയം മാത്രമാണത്. അതുകൊണ്ട് അതൊരിക്കലും തന്നെ ആ രീതിയിലല്ല അതിനെ വിലയിരുത്തേണ്ടത്. പാർട്ടിയെ നശിപ്പിക്കുകയും പാർട്ടിയെ നശിപ്പിച്ചതിനുള്ള ഉത്തരം പറയേണ്ടത് സത്യത്തിൽ വിജയനാണ്. അതുകൊണ്ട് ഈ റെയ്ഡിന് യഥാർത്ഥത്തിൽ സമാധാനം പറയേണ്ടത്, പാർട്ടിയോട് സമാധാനം പറയേണ്ടത് വിജയനാണ്. പാർട്ടിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നാണ് എന്റെ വ്യക്തിപരമായിരിക്കുന്ന പിന്നെ അഭിപ്രായം. വേണം